ഹിദായത്തുൽ മുസ്ലിം സമാജം LP സ്കൂളിലെ മാനേജ്മെൻറ്റ് പ്രതിനിധികളും അതോടൊപ്പം തന്നെ പ്രഥമ അധ്യാപികയും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. വലിയ ഞെട്ടൽ, കാരണം 3 ദിവസം മുൻപാണ് ഈ സംഭവം അവരുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് എങ്കിൽ പോലും വലിയ ഞെട്ടൽ ഉണ്ടായിരുന്നു. മുൻപും സമാനമായ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള വിഷയങ്ങളിലേക്ക് പോലീസിൻ്റെ അന്വേഷണമാണ് പോകുന്നത്. സ്കൂൾ മാനേജർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം തന്നെ ഈ വിഷയം ഏത് തരത്തിലാണ് കൊണ്ടുപോകേണ്ടത്, ആ തരത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ നിങ്ങൾ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ബുധനാഴ്ചയാണോ നമ്മുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വരുന്നത്? അതെ, രാവിലെ പറഞ്ഞത് തന്നെ, രാവിലെ കുട്ടി വണ്ടിയിലേക്ക് കയറുമ്പോൾ ആയയുടെ ശ്രദ്ധയിലാണ് പെട്ടത്. അപ്പോൾ അങ്ങനെ ഉടൻ തന്നെ വന്ന് നമ്മുടെ പ്രഥമ അധ്യാപകരോട് കാര്യം സംസാരിക്കുകയും ഉടൻ തന്നെ മാനേജ്മെൻറ്റ് അധികൃതർ എന്നെ വിളിക്കുകയും ഞാൻ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് തന്നെ ഉടനെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള എല്ലായിടത്തും നമ്മളത് വിളിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസോട് വന്ന് കേസെടുക്കുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് നമുക്ക് അത് അറിയുന്നത്. മുൻപ് ഈ കുഞ്ഞ് സഹപാഠികളോടോ അല്ലെങ്കിൽ അധ്യാപകരോടോ എന്തെങ്കിലും സൂചനകൾ ഇത് സംബന്ധിച്ച് നൽകിയതായി നമുക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത്തരത്തിലുള്ള ആദ്യമായിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽ ഇതിൻ്റെ പെടുന്നത്. അതിനു മുമ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു കാര്യം. പ്രഥമ അധ്യാപികയോടുകൂടി നമുക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ടീച്ചർ നമസ്കാരം. ഈ കുഞ്ഞിൻ്റെ കുറിപ്പ് വരുന്നു, അതിന് മുൻപ് തന്നെ നമ്മുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വന്നിരുന്നല്ലേ? ടീച്ചർ നേരിട്ട് കുഞ്ഞിനോട് ആ സമയത്ത് സംസാരിച്ചിരുന്നോ? കുട്ടിയോട് അവരുടെ ക്ലാസ് ടീച്ചറാണ് കുട്ടിയായിട്ട് കൂടുതൽ അടുപ്പമുള്ളത്. അപ്പോൾ രാവിലെ വന്നപ്പോഴാണ് ഈ കുട്ടി ഇതുപോലെ ടീച്ചറെ ഇന്നൊരു സംഭവം ഉണ്ട് എന്ന് എന്നോട് തന്നെ ആൻറ്റിയാണ് എന്നെ വിളിച്ച് പറഞ്ഞ്. ബസ്സിൽ കയറിയപ്പോൾ തന്നെ കുട്ടിക്ക് സ്വാഭാവികതയുണ്ട്, അസ്വസ്ഥതയുണ്ട്, അവൾ കരഞ്ഞുകൊണ്ടാണ് വണ്ടിയിൽ കയറിയത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതിന് അവിടെ മുഖത്ത് നോക്കിയപ്പോൾ പാടുണ്ട്. അന്നേരം ഞാൻ മാനേജ്മെൻറ്റിനെ വിളിച്ചു, PTA പ്രസിഡൻറ്റിനെ വിളിച്ചു. ഞങ്ങളെല്ലാം കൂടെ സംയുക്തമായിട്ട് പോലീസ് സ്റ്റേഷനെ വിളിച്ചിട്ട് ഞങ്ങൾ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്തു. ചൈൽഡ് ലൈനിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വന്നു ഉടനെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു വനിതാ SIയും 2 മത്തിയിലുള്ള 2 പോലീസുകാരൂടെ വന്ന് പുള്ളിയെ തിരക്കി അന്വേഷിച്ച് പോയി. കിട്ടിയില്ല. ബാക്കി സാറ് മറ്റേ വനിതാ SI കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കുട്ടിയുടെ ഡയറിയും വാങ്ങിച്ചിട്ട് പോയി. അത്രയും എനിക്കറിയാവൂ. പിന്നെ അതുകൂടാതെ ഞങ്ങൾ കുട്ടിയെ വൈദ്യസഹായത്തിന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കി കുട്ടിക്ക് വേണമെന്ന വൈദ്യസഹായം ചെയ്തു. അവരുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ വിട്ടു. ഇത്രയുള്ള കാര്യം എനിക്കറിയാവൂ. കുഞ്ഞിൻ്റെ കുറിപ്പ് വലിയ അതിവൈകാരിക അനുഭവമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നുണ്ട്. ടീച്ചർ അത് വായിച്ചിരുന്നോ? എങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് അത് കുറിപ്പ് വന്നത്? അവൾ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കിയായ കുട്ടിയാണ്. അനുഭവക്കുറിപ്പ് എഴുതുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ അവൾ അനുഭവക്കുറിപ്പ് എഴുതി വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ സംഭവം ആയപ്പോൾ അതിൻ്റെ ഗ്രാൻഡ് പേരൻസാണ് ടീച്ചറെ കണ്ട് ഇന്ന കുറിപ്പ് കുട്ടി അവിടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അത് പോലീസിന് കൈമാറുകയും ചെയ്തു. നമ്മുടെ സ്കൂളിൽ ഇങ്ങനൊരു അനുഭവം ഒരു കുട്ടിക്ക് നേരിടുന്ന ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും അല്ലേ? ആദ്യമായിട്ടാണ്. ഞങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ആദ്യം പെട്ടപ്പോൾ തന്നെ ഞങ്ങൾ അറിയിക്കേണ്ട അധികൃതരെ പോലീസ് അറിയിച്ചു. ആദ്യമേ കുട്ടി രാവിലെ സ്കൂളിൽ വന്നപ്പോൾ ടീച്ചർ മുഖത്തെ പാട് കണ്ടു. അങ്ങനെ വന്ന് HMനോടും മറ്റേ പ്രിൻസിപ്പലിനോടും വിവരം വന്ന് പറഞ്ഞു ടീച്ചർ. അങ്ങനെ അവർ പെട്ടെന്ന് മാനേജ്മെൻറ്റിനെ ഞങ്ങളെ അറിയിച്ചു. ഉടൻ തന്നെ നമ്മളെ മാനേജ്മെൻറ്റ് അതിൽ ഇടപെടുകയും പിന്നെ എല്ലാം ആലോചിച്ച് പോലീസിനെ നമ്മൾ വിളിക്കുകയും ബാക്കി പിന്നെ പോലീസുകാർ വന്നു, വനിതാ പോലീസ് വന്നു. അങ്ങനെ കുട്ടിയുടെ മൊഴിയൊക്കെ എടുത്തുകൊണ്ട് പോയി. ഞങ്ങൾ ആദ്യമായിട്ടാണ് കുട്ടിയുടെ ഈ സംഭവം അറിയുന്നത്. ഈ മാനേജ്മെൻറ്റ് പ്രതികൾ, ഇവിടുത്തെ അധ്യാപകരും ഒക്കെ തന്നെ ഈ നാട്ടുകാരാണ് എന്നതിനാൽ തന്നെ പ്രാദേശികമായി ഒരു അന്വേഷണം നടത്തിയിരുന്നോ? എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നത് സംബന്ധിച്ച്? അത് ഈ സംഭവം വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടുകാർ അവരോട് പറഞ്ഞു ഈ കുട്ടിയെ നേരത്തെ അവർ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ്. ഞങ്ങളപ്പോഴും അറിയുന്നില്ല. ഞങ്ങൾ മെഞ്ഞാന്ന് ബുധനാഴ്ച നടന്ന സംഭവം ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പോൾ പുറമേ വന്ന ആൾക്കാർ പറഞ്ഞു നേരത്തെ ആ കുട്ടിയെ വീട്ടിൽ വെച്ചൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റിന് അതറിയില്ല. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ശേഷവും കുട്ടിയുടെ പേരൻസിനോടും അതോടൊപ്പം തന്നെ ഈ കുട്ടിയെയൊക്കെ തന്നെ അച്ഛൻ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട്. അതെ, അതിനുശേഷം ഇങ്ങനൊരു ആക്രമണം ഉണ്ടായതായിട്ട് അയൽത്തുകാർ പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സ്കൂൾ ലീഡറാണ്. തികച്ചും എല്ലാ തരത്തിലും നല്ല ഒരു ബുദ്ധിയും നല്ല ഒരു ശക്തിയും ഉള്ളൊരു കുട്ടി തന്നെയാണ്. ഇപ്പം നമ്മുടെ ഈ ജമാഅത്ത് പറയുമ്പോഴത്തേക്ക് 1.5 വർഷം കഴിയുമ്പോൾ മാനേജ്മെൻറ്റ് ചേഞ്ച് ചെയ്ത് വരുന്ന സംഭവമാണ്. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ അസംബ്ലികളിലൊക്കെ വളരെ സജീവമായി നിന്നുകൊണ്ട് സംസാരിക്കുകയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അച്ഛമ്മ പറഞ്ഞ പോലെ എക്സ്ട്രാ കരിക്കുലറിലൊക്കെ ബെറ്ററായിരുന്നു. ഇത്തരത്തിൽ സംഭവം കേട്ടപ്പോൾ തന്നെ ആ കുട്ടിയെ ഞാനിങ്ങനെ ഈ സംഭവം വന്ന് കണ്ടപ്പോൾ തന്നെ മുഖത്ത് ഇത്ര നല്ലൊരു നീലിച്ച് കിടക്കുന്ന. അപ്പോൾ ഞാൻ ആ കുട്ടിയുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് എന്നിട്ട് ഇങ്ങോട്ട് സംഭവം തലേന്നുള്ള രാത്രിയിലുള്ള സംഭവം. അപ്പോൾ അത് കേട്ടപ്പോൾ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സംഭവം നടന്നത് തന്നെ നമ്മൾ തന്നെ അറിയുന്നത്.
തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് എന്ന രീതിയിൽ ഈ കുട്ടിയുടെ മുമ്പോട്ടുള്ള വിദ്യാഭ്യാസവും ചെലവും ഉൾപ്പെടെ നമ്മൾ എന്തെങ്കിലും തരത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ മാനേജ്മെൻറ്റ് തലത്തിൽ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങളത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. ജമാഅത്തിൻ്റെ നിലപാട് എന്താണ്? ജമാഅത്തിൻ്റെ നിലപാട് തന്നെ. ജമാഅത്തിൻ്റെ നിലപാട് സ്കൂളിൻ്റെ നിലപാട് തന്നെയാണ് പറയുന്നത്. അത് ജമാഅത്തിൻ്റെ നിലപാടും കൂടെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി എല്ലാവരും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രസ്ഥാനം പറയുന്നത്. കുഞ്ഞിൻ്റെ ഭാവി പഠനത്തിന് ആവശ്യമായി വരുന്ന എല്ലാ സഹായവും തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുണ്ടാവും.